പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയ പ്രേക്ഷകരെ, അടുത്ത 10 ദിവസത്തിനുള്ളിൽ ലോട്ടറി ഭാഗ്യത്തിലൂടെ ചെറിയൊരു സമ്മാന തുകയായ 5 ലക്ഷം രൂപ വരെ ലോട്ടറി ഭാഗ്യം ലഭിക്കാൻ പോകുന്ന നക്ഷത്ര ജാതകരെക്കുറിച്ചും സാമ്പത്തിക പുരോഗതിയിലൂടെ ഇവർ നേടിയെടുക്കുന്ന വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇവരെ കാത്തിരിക്കുന്ന മറ്റ് ഫലങ്ങളും എല്ലാം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. ദോഷപരിഹാരങ്ങളും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെയിരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം ഭാഗ്യശാലികളായ അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച്. അശ്വതി നക്ഷത്ര ജാതകർ 60, 96, 19, 16 എന്നീ സംഖ്യകളിലൊക്കെ അവസാനിക്കുന്ന ലോട്ടറികൾ കിട്ടിയാൽ അത് കൈവിട്ട് കളയരുത്. അത് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു തുടക്കം കുറിക്കുന്ന ഭാഗ്യ നമ്പറുകളാണ്. ഇവരുടെ മറ്റ് ഫലങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. സഹോദരിമാരിൽ നിന്നോ ചില സഹായ സഹകരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. സഹായിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരുടെ മനം മാറ്റം ക്ലേശങ്ങൾ വർദ്ധിപ്പിക്കാനും സാധ്യതകളുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ വിദേശവാസം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്നവർക്ക്, നാട്ടിൽ ഒരു സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് എല്ലാ സാധ്യതകളും കിട്ടുന്നുണ്ട്. അറിയാതെ ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ അവസരം ഉണ്ടാകും. പ്രതിസന്ധികൾ അതിജീവിക്കാൻ ഇത് ഉപകാരപ്പെടും. കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് പഠന വൈകല്യങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. പ്രതികൂലമായ ചുറ്റുപാടുകളും പ്രക്ഷുബ്ധമായ കുടുംബജീവിതവും പ്രയാസങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതകൾ കാണുന്നു. പൊതുരംഗത്ത് തന്ത്രപരമായ നീക്കങ്ങൾ നടത്തും. മേലുദ്യോഗസ്ഥ പദവിക്കുള്ള നിയമ തടസ്സം മാറിക്കിട്ടും. മറ്റുള്ളവരുടെ കടബാധ്യത തലയിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിയമയുദ്ധത്തിന് ധനസഹായം ലഭിക്കും. പാർട്ട്ണർഷിപ്പിൽ മാറ്റം പ്രതീക്ഷിക്കാം. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമ്മിശ്ര ഫലങ്ങളും കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് അർദ്ധനാരീശ്വരന് നെയ്വിളക്ക്, കുവളമാല, പാർവതി ദേവിക്ക് പട്ട്, താലി എന്നിവ സമർപ്പിക്കുക. ശ്രീരാമന് തുളസിമാല, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും ശ്രദ്ധിക്കണം. രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇവരെ അലട്ടുന്ന മന്ദത ഒരു പ്രധാന വിഷയമാണ്. എങ്കിലും ഇതിനൊക്കെ ഒരു മാറ്റം കാണണമെങ്കിൽ 34, 12, 17, 21 എന്നീ സംഖ്യകളിലുള്ള ലോട്ടറികൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കണ്ടു തുടങ്ങും. ഒന്നിനോടും താല്പര്യമില്ലായ്മ, ഇതുമൂലം വന്ന നഷ്ടങ്ങൾ, ഇതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പുരോഗതി കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും. വരും ദിവസങ്ങളിൽ സാമ്പത്തികമായിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. കർമ്മമേഖലയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. വിട്ടുവീഴ്ച മനോഭാവത്തോടെയുള്ള പെരുമാറ്റം കുടുംബത്തിൽ സന്തോഷത്തിനും ഐക്യത്തിനും കാരണമാകും. ബന്ധുക്കളുടെ വിയോഗം മനസ്സിനെ അസ്വസ്ഥമാക്കാനും സാധ്യതകൾ കാണുന്നു. വിവാഹ വിഷയങ്ങളിൽ അനുകൂല തീരുമാനം ഇവർക്ക് ലഭിക്കും. കലാരംഗത്ത് ശോഭിക്കപ്പെടും. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്കായിട്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. നയപരമായ തീരുമാനങ്ങളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകും. അന്യദേശത്ത് ഭൂമി ഇടപാട് നടത്താൻ നല്ല സമയമാണ്. വ്യാപാര വ്യവസായിക മേഖലയിൽ അടുക്കും ചിട്ടയും വരുത്താൻ സാധിക്കും. പ്രണയ വിവാഹ യോഗമുണ്ട്. സ്ഥാനക്കയറ്റത്തിൽ വിവാദം ഒഴിവാക്കിക്കൊണ്ട് പ്രതീക്ഷിക്കുന്ന സ്ഥലത്തേക്ക്
പ്രതീക്ഷിക്കുന്ന സമയത്ത് സ്ഥാനക്കയറ്റം നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. അന്യദേശത്തു നിന്ന് ചില നല്ല വാർത്തകൾ അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഇവരെ കാത്തിരിക്കുന്നുണ്ട്. സന്താനത്തിന് സാങ്കേതിക മേഖലയിൽ തൊഴിൽ സാധ്യതയും കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഭദ്രകാളിക്ക് രക്തപുഷ്പാർച്ചന, കടുംപായസം, സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മാഭിഷേകം, ശ്രീകൃഷ്ണന് തുളസിമാല, പാൽപായസം, അഷ്ടലക്ഷ്മി യന്ത്രം വീട്ടിൽ വെച്ച് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മമേഖലയിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യങ്ങൾ വർദ്ധിച്ചു തുടങ്ങും. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാൻ സാധിക്കും. അതിരുകടന്ന ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് കാരണമായേക്കാം. ജാമ്യം നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കൃഷിയിൽ നിന്നും കന്നുകാലികളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളവർക്ക് ഉന്നതിയും ഉണ്ടാകും. വായ്പാ കുടിശ്ശിക അടച്ചു തീർക്കുന്നതിന് സാവകാശം ലഭിക്കുന്നതാണ്. ആധുനിക ചികിത്സകളിൽ ഉപരിപഠന യോഗം. കലാരംഗത്ത് സഹകരണം വർദ്ധിക്കും. ഇറക്കുമതി രംഗത്ത് പൂർവാധികം ശക്തിയായി പ്രവർത്തിക്കാൻ സാധിക്കും. പൊതുരംഗത്തെ എതിർപ്പുകൾ മറികടക്കും. അംഗീകാരത്തിന് സമ്മർദ്ദം ചെലുത്തേണ്ടതായിട്ട് വരും. കായിക രംഗത്ത് ഒരുപാട് മുന്നേറ്റങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഉപരിപഠനത്തിന് വാശി കൂടുകയും ചെയ്യും. ഏറ്റവും ഭാഗ്യം തരുന്ന 3 സംഖ്യകൾ 69, 11, 71. ഈ സംഖ്യകളിലൂടെ ഒരു നേട്ടം വരാൻ പോകുന്നത് മറ്റാർക്കുമല്ല, ഭാഗ്യശാലികളായ തിരുവാതിര നക്ഷത്ര ജാതകർക്കാണ്. ഈ ലോട്ടറി ഭാഗ്യത്തോടൊപ്പം തന്നെ കർമ്മ മേഖലയിലും ഒരുപാട് നേട്ടങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം കൂടുതലായിട്ടുണ്ടാകും. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാൻ സാധിക്കും. അതിരുകടന്ന ആത്മവിശ്വാസം അബദ്ധങ്ങളിൽ കൊണ്ട് ചാടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. പ്രവർത്തന മേഖലയിലും ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ഇവർക്ക് ലഭിക്കും. പ്രവർത്തന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വിദേശയാത്രയ്ക്കും അവസരങ്ങൾ ഉണ്ടാകും. ആരോഗ്യ സംരക്ഷണ ഭാഗമായി വ്യായാമവും ഭക്ഷണ ക്രമീകരണവും ശീലിക്കുക. ഭവന നിർമ്മാണത്തിന് അനുയോജ്യമായ കാലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്താൻ സാധിക്കും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് സമയം ഉത്തമമാണ്. പുണ്യപ്രവർത്തികൾക്ക് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സഹപ്രവർത്തകരുടെ പിന്തുണയും സഹായവും ഇവർക്ക് ലഭിക്കും. അന്യദേശത്ത് കടുപ്പമേറിയ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് വിജയപഥത്തിൽ എത്തിക്കും. സംഗീത മേഖലയിൽ അംഗീകാരങ്ങൾ തേടിയെത്തും. ജീവിത പങ്കാളിക്ക് ഔദ്യോഗിക ഔന്നത്യം ഉണ്ടാകുന്നതിൻ്റെ എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. വ്യാപാര വ്യവസായ മേഖലയിൽ ധനവരവ് കൂടും. ഇലക്ട്രോണിക്സ് രംഗത്ത് വ്യക്തിഗത നേട്ടം കൈവരിക്കാൻ സാധിക്കും. ഭക്ഷ്യവസ്തുക്കളുടെ വിതരണ രംഗത്ത് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരുടെ അംഗീകാരങ്ങൾ ലഭിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് പിതൃക്കൾക്ക് ബലിതർപ്പണം, ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ദുർഗാക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, ശിവന് ജലധാര എന്നിവ നടത്തുക. പുരുഷ സൂക്ത യന്ത്രം ദേഹരക്ഷയ്ക്കായിട്ട് ധരിക്കുന്നതും ഉത്തമമാണ്. ഇനി നോക്കാം പൂരാടം നക്ഷത്ര ജാതകരെക്കുറിച്ച്. 8, 14, 24, അതുപോലെ തന്നെ 20 എന്നീ സംഖ്യകളിലൊക്കെ അവസാനിക്കുന്ന ലോട്ടറികൾ ഈ നക്ഷത്രക്കാരൊന്ന് തിരഞ്ഞെടുക്കുക. വരും ദിവസം ഇവരുടെ ജീവിതം ഭാഗ്യത്തിൻ്റെ നെറുകയിലേക്ക് കടക്കുകയാണ്. ചില അംഗീകാരങ്ങൾ തേടിയെത്താനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനും ഇവർക്ക് സാധ്യതകൾ കൂടുന്നു. പുതിയ പദ്ധതികൾ ഇവർ വിജയിപ്പിച്ചെടുക്കും. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ട് വരും. പുതിയ ബന്ധങ്ങളിലൂടെ ഗുണം ഉണ്ടാകും.
സന്താനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കാനും സാധിക്കും. ഊഹാപോഹങ്ങൾ പലതും കേൾക്കുമെങ്കിലും വസ്തുനിഷ്ഠമായി പഠിക്കാതെ ഒരു കാര്യത്തിലും പ്രതികരിക്കരുത്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശാസ്താവിന് ഭസ്മാഭിഷേകം, നീരാജനം, എള്ള് പായസം, മഹാവിഷ്ണുവിന് പാലാഭിഷേകം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.